ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് നമ്മുടെ വിദ്യാരംഭ ദിവസമാണ്. 9 ദിവസങ്ങളായി വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ കൊണ്ടുവന്ന പുണ്യദിനമാണ് ഇന്ന്. എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി ആ ഉത്സവലഹരിയിൽ ലയിച്ച് അങ്ങനെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണല്ലോ പൂജ എടുക്കുന്നത്. എല്ലാവരും ഇപ്പോൾ പൂജ എടുക്കാനുള്ള തയ്യാറെടുപ്പിലും നിവേദ്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ. സരസ്വതി ദേവിക്ക് നിവേദ്യം കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് എല്ലാവരും. ചില വിഭാഗക്കാർ കൊലുവെല്ലാം വച്ച് എല്ലാവർക്കും ദാനമൊക്കെ കൊടുത്ത് വളരെ സംതൃപ്തരായി ശുഭപ്രതീക്ഷയോടുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് പൂജയെടുപ്പ് അല്ലെങ്കിൽ വിദ്യാരംഭം. ഇന്ന് സിദ്ധിദാത്രിയാണ് നമ്മൾ പൂജിക്കുന്നത്. സിദ്ധിദാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം തരുന്ന, സിദ്ധി ഉണ്ടാക്കുന്ന, ബുദ്ധി ജനിപ്പിക്കുന്ന, സിദ്ധി ഉണ്ടാക്കുന്ന, ഇൻഡ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ മഹാദേവിയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. അത് സരസ്വതി ദേവിയല്ലാതെ മറ്റാരുമല്ല. അപ്പോൾ എല്ലാവർക്കും പൂജയെടുപ്പിൻ്റെ വിജയദശമിയുടെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളിന്ന് മേട രാശിയെക്കുറിച്ച് നോക്കുകയാണ്. മേടരാശിക്കാർക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. കഴിഞ്ഞ ദിവസത്തേക്കാൾ മെച്ചപ്പെട്ട ദിവസമാണ് മേടക്കൂറുകാർക്ക് ഇന്ന്. ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കും. അലച്ചിൽ കൂടിയ ഒരു ദിവസമായിരിക്കും. ദേഹാസ്വാസ്ഥ്യങ്ങൾ അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വിഷമിക്കുകയില്ല. പ്രതീക്ഷകൾ വളരെയധികം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് ചിലർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾക്ക് ഉണ്ടായിട്ട് നമ്മൾ കുറച്ച് ആശുപത്രി ചെലവുകളൊക്കെ വരും. അത് നിസ്സാരമായിട്ട് അങ്ങ് കടന്നു പോകുന്നതാണ്. കുടുംബത്തിൽ ശാന്തത ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എല്ലാവരും ഒത്തിരുന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്. കൂടാതെ ചില ദശാകാലങ്ങൾ മോശമായിട്ടുള്ളവർക്ക് ചില അപ്രതീക്ഷിതമായ അസുഖങ്ങളൊക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒരു ജ്യോത്സ്യനെ കണ്ട് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന രാശിഫലങ്ങളെല്ലാം നമ്മുടെ രാശിഫലം മാത്രമാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സ്ഫുടം വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ജനിക്കുന്ന സമയം വെച്ചിട്ടുള്ള ആ ദശാകാലങ്ങളും അതിൻ്റെ അപഹാരങ്ങളും പര്യന്തർ ദശാകാലങ്ങളും ഛിദ്രവും ഒക്കെ എടുത്താലേ പൂർണ്ണമായ ഒരു ഫലം പറയാൻ പറ്റൂ. എന്നാലും നമുക്ക് ഏകദേശ ഫലം ഈ പ്രകാരമാണ് വരുന്നത്. അതുകൂടാതെ ഇന്നത്തെ മേടരാശിക്കാർക്ക് സാമ്പത്തികമായി എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കിട്ടാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. കച്ചവടമൊക്കെ ഉറയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ വലിയ വലിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നവർക്ക് ചില തടസ്സങ്ങളും അല്ലെങ്കിൽ ജോലിക്കാരുമായിട്ട് തർക്കങ്ങളും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ജോലിക്കാരെ കിട്ടാതെ വിഷമിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. അല്ലെങ്കിൽ പക്ഷേ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകാൻ ആലോചിക്കുന്നവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം യാത്രയ്ക്ക് തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. വിദേശത്തിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശാന്തതയും സമാധാനമുള്ളൊരു ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമാണ്. മറ്റ് മേഖലകളിൽ മത്സ്യബന്ധന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. കടബാധ്യതകളുള്ളവർക്ക് ചില മാനസിക സംഘർഷം മൂലം അവിവേകമൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. അത്തരത്തിലൊന്നും ചിന്തിക്കേണ്ട. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു പരിഹാരം ഈശ്വരൻ തരും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക.
അപ്രകാരം ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഇടവക്കൂറുകാർക്ക് ഇന്ന് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും പ്രവർത്തന മേഖലയിലൊക്കെ പുഷ്ടിയുള്ള ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്ന ഒരു ദിവസമാണ്. എന്നാൽ വൃഥ ദുഃഖം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ മാനസികമായി കുറച്ച് പ്രയാസങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ആ മാനസിക പ്രയാസം കൂടി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ഇന്ന് അസുഖം അധികരിക്കുന്നതായിട്ട് കാണുന്നു. കൃത്യമായ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങൾക്കെല്ലാം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പുറത്തുനിന്ന് ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നവരോ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇന്നത്തെ ദിവസം പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അലർജി അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. തിളച്ച വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചില അസുഖങ്ങൾ പിടിപെടാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി സാമ്പത്തികമായി ബിസിനസ് നടത്തുന്നവർക്ക്, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബാങ്കുകാർ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകാരൊക്കെ ഇന്ന് അത്ര ലാഭകരമായ ഒരു ബിസിനസ് നടക്കുന്ന ദിവസമല്ല. നിശ്ചലമായൊരു ദിവസമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് അക്കൂട്ടർക്ക് അത്ര വലിയ ആശാവഹമായൊരു ദിവസമല്ല. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന വിധം സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടാനും അപവാദങ്ങൾ കേൾക്കാനുമൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരക്കേറിയൊരു ദിവസമായിരിക്കും, അനുകൂലമായൊരു ദിവസമായിരിക്കും എന്നാണ് കാണുന്നത്. വിവാഹാദി കാര്യങ്ങൾക്ക് മുൻപോട്ട് പോകുന്നവർക്ക് അത് നല്ല രീതിയിൽ പര്യവസാനിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഗ്രഹത്തിൽ നിന്ന് അനുമതി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശയാത്രയ്ക്ക് പോകുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കില്ല. യാത്രാ തടസ്സങ്ങൾ കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. അതേപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് തേടുന്നവർക്കും പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാത്തിനും ഈശ്വര പ്രാർത്ഥനയാണ് അടിസ്ഥാനമായി വേണ്ടത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക, കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നതാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. കുറച്ച് ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങളൊക്കെ ഒന്ന് ശാന്തമാകുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ ഒന്ന് പരിഹരിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ധനനഷ്ടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പണം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി വൈകുന്നേരത്തോടുകൂടി ചില കുറച്ച് പണം അല്ലെങ്കിൽ ധനം വന്ന് ചേരാനായിട്ട് സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഒരു നല്ല ദിവസമായിരിക്കുമെന്ന്. രാഷ്ട്രീയക്കാർക്കും അതേപോലെ കായിക രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര തന്നെ ശോഭനമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. മറ്റു ചില തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് ട്രക്കിംഗ് അല്ലെങ്കിൽ മലകയറ്റം ഒക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർതം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉച്ചവരെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് തൊഴിലിന് സ്പീഡ് കുറയുകയോ നിരാശ വരികയൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്ക് ഇന്ന് സംഘർഷം നിറഞ്ഞ ദിവസമാണ്. ജോലികളൊക്കെ തീരാനായിട്ട് വളരെ സമയമെടുക്കുന്ന ദിവസമാണ്. സാങ്കേതിക വിദ്യയിൽ പ്രാഗൽഭ്യം ലഭിച്ചവർക്ക് ഇന്ന് നിയമനങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ സാങ്കേതികമായ വിദ്യകൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാം. സ്ഥലം മാറ്റത്തിനോ സ്ഥാനമാറ്റത്തിനോ ഒക്കെ വഴിതെളിക്കുന്ന ചില സംഭവങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇതേപോലത്തെ അനുഭവങ്ങളാണ് കാണുന്നതെങ്കിലും പോലീസ്, പട്ടാളം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വൈദ്യമേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്
ആരോഗ്യ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് താരതമ്യേന ഗുണാധിക്യമുള്ള ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ദോഷാധിക്യമുള്ളൊരു ദിവസമാണ്. ധനനഷ്ടം വരുന്ന ഒരു ദിവസമാണ്. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമല്ല. ബിസിനസ്സുകളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുടെ അശ്രദ്ധ മൂലം ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ്, ആയുധം കൊണ്ടുള്ള മുറിവ് ഒക്കെ ഏൽക്കാനായിട്ട് സാധ്യതയുണ്ട്. തസ്കര ഭയം, ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. പൊതുവെ അത്ര ഗുണകരമായൊരു ദിവസമല്ല എങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ സമാധാനപരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക ഇടപാടുകൾ തീർച്ചയായിട്ടും ഇന്ന് നിർത്തിവെക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ അവർക്ക് സാക്ഷ്യം പറയാൻ പോവുകയോ ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്താൽ വളരെ ദോഷകരമായ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് തടസ്സം കാണുന്നു. യാത്ര മൂലമുള്ള ഗുണവും കുറഞ്ഞിരിക്കുന്നതായി കാണുന്നു. അതേപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും തടസ്സമാണ് കാണുന്നത്. എന്നാൽ ഗൃഹത്തിൽ വളരെ ശാന്തമായ അന്തരീക്ഷം ഉണ്ടാകുന്നു. ഗൃഹാന്തരീക്ഷത്തിലുള്ള സപ്പോർട്ട് മൂലം നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയര. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധിച്ചാൽ അതെല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഈശ്വര പ്രാർത്ഥന വളരെ ശക്തമായി നടത്തേണ്ട ദിവസമാണ്. അതേപോലെ ശാരീരികമായി ഏതെങ്കിലും അസ്വസ്ഥത ഉള്ളവർ എത്രയും വേഗം വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഒരു മാറ്റം വരുന്നുണ്ട്. വളരെ നല്ല അനുകൂലമായ മാറ്റമാണ് വരുന്നത്. സാമ്പത്തികമായി ഇന്ന് ചിലവ് കൂടുന്ന ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായഹസ്തങ്ങൾ നീണ്ടുവരുന്നതാണ്. അതേപോലെ ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്കും ആരെങ്കിലും സഹായം ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചെറിയ അനുകൂലമായ സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. അതേപോലെ കേസ്, വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അത് സമരിയാക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നുണ്ട്. അധികാര മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. കലാകാരന്മാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമാണ്. കൊടുക്കൽ വാങ്ങലുകൾക്ക് നല്ല ദിവസമാണ്. കിട്ടാതെ ഇരിക്കുന്ന ധനം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. വളരെയധികം രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായ സഹായങ്ങൾ ലഭിക്കുന്നത് മൂലം, ചികിത്സയ്ക്കൊക്കെ സഹായം ലഭിക്കുന്നത് മൂലം സമാധാനം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അതുകൂടാതെ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വസ്തു കച്ചവടം ചെയ്യാനോ വാങ്ങാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്ക് സംഘർഷമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സംഘർഷങ്ങൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമാണ് കാണുന്നത്. കുറേ ദിവസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉറച്ചതാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും.
ഗ്രഹാന്തരീക്ഷത്തിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്കൊക്കെ ശാന്തത ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കുമെന്ന്. പോലീസ് വിഭാഗത്തിലെ അല്ലെങ്കിൽ പട്ടാള വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു ദിവസമാണ്. മുടങ്ങിക്കിടക്കുന്ന ബില്ലുകൾ പാസ്സാകാൻ സാധ്യത കാണുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. യാത്ര പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില അപകടങ്ങൾ വന്ന് സംഭവിക്കാൻ വിദൂര സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. അനാവശ്യമായ കാര്യങ്ങൾ ഇടപെട്ട് ആവശ്യമില്ലാത്ത സംസാരം, അതായത് വാക്കുകൾ നിയന്ത്രിക്കാത്ത രീതിയിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിച്ച് കലഹമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. നല്ല കാര്യങ്ങൾക്ക് പറയുന്നത് ചിലപ്പോൾ ചീത്ത കാര്യങ്ങൾക്കായി വന്ന് കുടുംബാംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ തെറ്റിപ്പിരിയാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളോ പരാധീനതകളോ ഒന്നും കാണുന്നില്ല. അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് വളരെയധികം ആശാവഹമായ മാറ്റങ്ങളൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്ര പോകാനായി ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. അതേപോലെ നടക്കുമ്പോഴും എടുക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശാന്തമായ അനുകൂലമായ പല കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. ലീഡർഷിപ്പൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്ക് സെലക്ഷൻ കിട്ടാനൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളോ വസ്തു തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് കേസ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അതുപോലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. എല്ലാത്തിനും പരിഹാരം ഈശ്വര ആരാധനയാണ്. എല്ലാവരും അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് മകരരാശിക്കാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ശത്രുദോഷം അല്ലെങ്കിൽ നമ്മളോട് വിരോധികളായുള്ള ആളുകൾ എതിരായി നിന്ന് നമുക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കത് അധികരിക്കാൻ സാധ്യതയുണ്ട്. ദൂരെ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് വളരെയധികം മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു ഫലമാണ് കാണുന്നത്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാനായിട്ട് സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം പ്രതീക്ഷകൾ നിറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങൾ, ഓഫറുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത് പരിഹരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബക്ഷേത്രങ്ങൾ ക്ഷയിച്ച് കിടക്കുന്നതിന് മുൻകൈയെടുത്ത് മുമ്പോട്ട് നീങ്ങി പുനരുദ്ധാരണത്തിനൊക്കെ ശ്രമിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. കുംഭക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായിട്ടുള്ളത്. ദോഷം എന്തെന്നാൽ ഇന്ന് അലച്ചിൽ കൂടുന്ന ഒരു ദിവസമായിരിക്കും. അതുമൂലം തലവേദന അല്ലെങ്കിൽ പല്ലിന് അസുഖമുള്ളവർക്ക് പല്ല് വേദന അല്ലെങ്കിൽ പല്ലിന് സംബന്ധിക്കുന്ന ചികിത്സയ്ക്കൊക്കെ ഇടവരുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ കാല് വേദന, അങ്ങനെ ശരീരത്തെ പല ഭാഗങ്ങളിലായി
ഓരോരുത്തരുടെയും അസുഖത്തിൻ്റെ കാഠിന്യമനുസരിച്ച് വേദനകളൊക്കെ അനുഭവപ്പെടാം. എങ്കിലും അത് താൽക്കാലികമാണ്. ആശുപത്രി ചിലവ് ചിലപ്പം വന്നേക്കാം. ഗ്രഹത്തിൽ ശാന്തമായൊരു അന്തരീക്ഷം ഉള്ളതായിട്ട് കാണുന്നു. സാമ്പത്തികമായ കാര്യത്തെക്കുറിച്ച് കുറച്ച് ഉത്കണ്ഠയും ആകാംക്ഷയുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സം വരുന്ന ഒരു ദിവസമാണ്. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ പലതും മുടങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് താൽക്കാലികമാണ്. പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ ഇതെല്ലാം വീണ്ടും നമുക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ഉള്ള പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്ന ദിവസമാണ്. വിദേശത്ത് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്ന സൂചനകൾ ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ശാന്തമായ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ വളരെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ നടന്നു പോകുന്ന ബന്ധങ്ങളുടെ ഉലച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. വലിയ ആപത്തുകളൊന്നും കാണുന്നില്ല. ഈശ്വരൻ കൂടെ ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. വളരെയധികം ജോലി ഭാരം കൊണ്ട് ക്ഷീണം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. ഭക്ഷണത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ക്രമീകരണമില്ലായ്മ കൊണ്ട് ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ഗ്രഹം മോടി പിടിപ്പിക്കുന്നതിനോ വാങ്ങിക്കുന്നതിനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. അതേപോലെ ശാരീരിക ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ കൃത്യമായ ഔഷധ സേവ കൊണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടതാണ്. കാലിന് ആപത്തുകൾ വരാൻ സാധ്യതയുണ്ട്. മുട്ട്, കാല് തുടങ്ങിയവ ചെറിയ ക്ഷതങ്ങളേക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് കുറച്ച് ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. അതേപോലെ ചീത്ത കൂട്ടുകെട്ടുകളിൽ കുട്ടികൾ പെടാൻ സാധ്യതയുണ്ട് എന്ന് സൂചന ലഭിച്ച് മനക്ലേശം ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമല്ല. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നില്ല. അങ്ങനെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരാധീനം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ ദൈവം കൂടെ ഉണ്ടാകട്ടെ. നമസ്കാരം.